കിടക്കുക. കുറേ നാളായി ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട്. ഒരു കാര്യം ചെയ്യാം, മൂന്നാർ വരെ ഒന്ന് പോവാ. മോനെ, അവിടോട്ടൊന്നും പോകരുത്. കുറെ കൊലപാതക കുറെ പേര് അവിടെ നിൽപ്പുണ്ട്. നമ്മളെയൊക്കെ പിടിച്ച് കൊന്നുകളി. അവിടോട്ടൊന്നും പോകരുതേ മോനെ. ഓ, അച്ഛൻ ഏതോ സിനിമ കണ്ടിരിക്കുക അല്ലേ? ഞാനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. നമ്മള് ധൈര്യശാലികളാണ് കേട്ടോ, മനസ്സിലായി? ഓ, ഈ സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ചിട്ട് എത്ര നാളായി. എന്തായാലും പോവാം. ഗൂഗിൾ മാപ്പിനകത്ത് മാപ്പിടാം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം. അതാരാ മുന്നില്? പോന്നില്ലല്ലോ. ഇവന്മാരൊന്നും പോന്നില്ലല്ലോ. ഇവന്മാരെന്തോല് കാണിക്കൂ, ഇട്ടങ്ങ് തട്ടുക. എന്താണ് നിനക്കൊക്കെ വേണ്ടത്? കുറെ നേരം ഗ്ലാസ് പൊട്ടിക്കാൻ തുടങ്ങി. ഇവിടെ അധികം നേരം ഒന്നും നിക്കില്ല. 4 ചക്ര വാഹനം കൊണ്ടൊന്നും. ഇത് എവിടുന്ന് കിട്ടി ഈ വാഹനം? നിങ്ങൾ ഇത് ഏത് യുഗത്തിലാണ് താമസിക്കുന്നത്? ഈ വാഹനമൊക്കെ ഈ ലോകം മുഴുവനും ഉള്ള സാധനം. അത് മാത്രമല്ല, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് എന്തോ ഇത്ര മാറ്റം. ഈ കലിയുഗത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് ത്രേതയുഗമാ. എന്താ ത്രേതയുഗമോ? അതെ, കൃഷ്ണനൊക്കെ. കൃഷ്ണനുണ്ട്, ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളു. പിന്നെന്തിനാ നിങ്ങൾ ഞങ്ങളോട് മാറാൻ പറഞ്ഞത്? ഈ കൃഷ്ണനൊക്കെ ഇവിടെ ഉള്ള. അപ്പൊ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ? കൈ കൂപ്പിട്. എന്തിനു കൈ കൂപ്പുന്ന? കൃഷ്ണ ഭഗവാൻ വരുന്നു. നരകാസുരനോ? അതാരാ നരകാസുരൻ? ആ കാണുന്നതാണ് നരകാസുരൻ, കൃഷ്ണന്റെ ഏക ശത്രു. അവർ രണ്ടുപേരും യുദ്ധം ചെയ്യുന്നു. ഒരു അഗ്നിഗോളം ഇങ്ങോട്ടേക്ക് വരുന്നു, ഒരു വലിയ അഗ്നിഗോളം. ഇതാണ് ത്രേതയുഗം അവസാനിക്കാനുള്ള ഏക കാരണം. കൂടെ നമ്മളും അവസാനിക്കും. എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് ഉള്ളതാണ്. വേഗം ഓടിക്കോ, ഓടിയാലും നമ്മളും അവസാനിക്കും. അയ്യോ, ചക്രം വരുന്നു. എന്റെ വീട്. അപ്പൊ ഞാൻ ഇത്ര നേരം കണ്ടത് സ്വപ്നമായിരുന്നോ? എനിക്ക് മൂന്നാർ പോകണ്ട. മൂന്നാർ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇതേപോലെയൊക്കെ സംഭവിക്കും. എനിക്ക് മൂന്നാർ പോകണ്ടേ. ആക്രി എടുക്കാൻ വന്ന ആളല്ലേ എന്റെ കൂടെ സ്വപ്നത്തിൽ ത്രേതയുഗത്തിൽ വന്ന? ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്താ പറയുന്നേ? ആരെങ്കിലും ഞാൻ വീണ്ടും ത്രേതയുഗത്തിലെത്തി. ദൈവമേ, സുന്ദരമേ